ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണു, അൽഹംദുലില്ലാ. എൻ്റെ പേര് ജെമി. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്നോട് നീ ലോങ് വീഡിയോ ചെയ്യുമെന്ന്. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ലോങ് വീഡിയോ ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലില്ല, അതായത് ബാബു വീട്ടിലില്ല. അപ്പോൾ ബാബു വീട്ടിലുണ്ടാകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ എന്തോ ഭയങ്കര ചമ്മലാണ്. ആൾ കേൾക്കുണ്ടാവോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചൊക്കെ പോയി നിന്നിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ആൾ വീട്ടിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് വലിയ കുക്കിംഗ് ഒന്നുമില്ല. മിക്കവാറും എല്ലാ സ്ത്രീകളും എന്നെ പോലെ തന്നെ ആവും അല്ലേ. അതായത് ഭർത്താക്കന്മാർ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനോ വെക്കാനോ ഒക്കെ ഭയങ്കര മടിയായിരിക്കും. പഴയ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കി തിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള സമയം മാക്സിമം കിടന്നുറങ്ങിയും ഫോൺ നോക്കിയൊക്കെ റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസമായിരിക്കും അന്ന്. ഇന്നിപ്പോൾ മോൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ മുട്ടയും പഴവും കൂടി നെയ്യിൽ വാട്ടി തന്നാൽ മതി ഉമ്മച്ചി എനിക്ക് എന്ന് പറഞ്ഞു അവൾ. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കഴിച്ച് ശീലമുള്ളതുകൊണ്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ അവൾക്ക് ടിഫിൻ ബോക്സിലാക്കാനും ഇതന്നെ മതിയെന്ന് പറഞ്ഞു. മക്കൾ രണ്ടാളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുഡ് ഇന്നത് വേണം എന്നുള്ള എന്തെങ്കിലും ഒരു വാശിയോ അങ്ങനെയൊന്നുമില്ല. അവർക്ക് എന്ത് കൊടുത്താലും കഴിച്ചോളും. ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും, എന്നാലും നമ്മളൊന്ന് നിർബന്ധിച്ചാൽ അവർ കഴിച്ചോളും. ഇന്നത് തന്നെ വേണം എന്നുള്ള വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് നെയ്യിലേ നേന്ത്രപ്പഴം നന്നായി വാട്ടിയെടുത്തിട്ട് അതിലേക്കൊരു മുട്ടയും കൂടെ ഉടച്ച് ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏലക്ക പൊടിച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഫിലൊക്കെ ദിവസവും ഒരു 2-3 പ്രാവശ്യം വെച്ച് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് നോക്ക്. അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ പുറത്തല്ലല്ലോ നിൽക്കുന്നത്, അകത്തല്ലേ. അപ്പോൾ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഇവർക്ക് കിട്ടാതെ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ കുറേ ഇരിക്കുമ്പോൾ ക്ഷീണം വരും ഇവർക്കൊക്കെ. ലീഫിനൊക്കെ ഒരു ഉഷാറില്ലാണ്ട് ആവും. അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ശേഷം ചെടി നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നതാണ് വീടിൻ്റെ ഉള്ളിൽ. പകൽ സമയത്ത് വെളിച്ചിടേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. അത്രയ്ക്കും നല്ല വെളിച്ചം ഉണ്ടാവും ഉള്ളിൽ. ഈ ചുറ്റിനും ചുമരുള്ളത് കൊണ്ടാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്താണോ അതോ അകത്താണോ എന്ന് മനസ്സിലാവാത്ത വിധം അത്യാവശ്യം നല്ല വെളിച്ചവും രാത്രിയാണെങ്കിൽ നല്ല നിലാവൊക്കെ വീടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ ഒരാളിപ്പോഴും നല്ല ഉറക്കമാണ്. അവനിന്ന് സ്കൂളില്ല. ഇന്നലെ രാത്രി അവൻ ഈ ബേവിൻ്റെ മേലാണ് കേട്ടോ കിടന്നുറങ്ങിയത്. സ്വന്തമായിട്ടൊരു റൂമും ബെഡും ഒക്കെ ഉണ്ടെങ്കിലും അവനിപ്പോഴും ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ കിടന്നുറങ്ങുക. കുറച്ച് കഴിഞ്ഞ് അവൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന്. ഇതുപോലൊരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനാണെങ്കിലും എന്തെങ്കിലും ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് സാൻഡ്വിച്ചൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വിയും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി 0 ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കളക്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.